ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെസഹ അപ്പവും പാലും ആണ്. പെസഹ അപ്പത്തിനെ നമ്മൾ പുളിപ്പില്ലാത്ത അപ്പം എന്നും പറയും. ഈശോയുടെ ഒടുവിലത്തെ അത്താഴത്തിനെ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ പെസഹ അപ്പം ഉണ്ടാക്കുന്നത്. ഇത് പെസഹ തിരുനാളിൻ്റെ അന്നാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് 1 കപ്പ് പച്ചരി 8 മണിക്കൂർ കുതിർത്ത് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് ഉഴുന്നാണ്, അതും കുതിർത്ത് വെച്ചതാണ്. ഇത് രണ്ടും നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കാനായിട്ട് ഞാൻ ആകെ 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മാവിലേക്ക് ആഡ് ചെയ്യാനായിട്ട് 2 കപ്പ് നാളികേരം, 4 ചുവന്നുള്ളി, 4 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒതുക്കിയെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കരുത്, ഇച്ചിരി ഒതുക്കിയെടുത്താൽ മാത്രം മതിയാവും. നമ്മൾ നാളികേരം ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ലാത്തൊരു പരുവാക്കി എടുക്കണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വളരെ കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയില്ലാത്തൊരു പരുവായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഈ മാവ് പുളിപ്പിക്കാനായിട്ട് വെക്കത്തില്ല. പെസഹ അപ്പം നമ്മൾ പുളിപ്പിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പുളിപ്പിക്കാത്ത അപ്പത്തിൻ്റെ തിരുനാളെന്നും കൂടെ നമ്മൾ പറയും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റിൽ എണ്ണ തടവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. പെസഹയ്ക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമ്മൾ കുരുത്തോല വെഞ്ചിരിച്ചത് നമ്മൾ കുരിശാകൃതിയിൽ ഇതിൽ വെച്ച് കൊടുക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് അങ്ങനെ വെക്കില്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് പെസഹപ്പത്തിന് വേണ്ടിയിട്ട് പെസഹ പാൽ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ശർക്കരപ്പാനി ഉരുക്കി വെച്ചിട്ടുണ്ട്, അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് തേങ്ങാപ്പാൽ, 2-ാം പാലാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. അരിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്കൊന്ന് ശർക്കരപ്പാനിയിലേക്ക് അരിച്ചൊഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം. അരിപ്പൊടിയും കൂടെ ഇട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിയാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെസഹപ്പം ഇതിൽ മുക്കി കഴിക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഏലക്കയും ചുക്കും പഞ്ചസാര വെച്ചിട്ട് പൊടിച്ചതാണ്. അത് 2 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നാളികേരപ്പാലാണ്. 1-ാം പാൽ 1/4 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-ാം പാൽ ചേർത്തതിന് ശേഷം നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയാൽ മതിയാവും. നമുക്കിതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പെസഹപ്പവും പാലും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കുന്നത് വളരെ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. ഇത് പെസഹയ്ക്ക് വീട്ടിലെ മുതിർന്ന ആളുകളാണ് മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഈശോയുടെ ഒടുവിലത്തെ അത്താഴത്തിനെ ഓർത്തുകൊണ്ടാണ് ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. അപ്പോൾ ഈ പെസഹയ്ക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും പെസഹ തിരുനാൾ ആശംസകൾ. താങ്ക്